ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ആയുർവിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പ്രിയ സജേഷ് കുമാർ. ഇന്ന് നമ്മൾ പോസ്റ്റ് കൊറോണ പീരീഡിൽ പ്രാണായാമത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. കൊറോണ വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പല രോഗികളിലും ഞാൻ നാടി നോക്കുമ്പോൾ അവരുടെ ലങ് കപ്പാസിറ്റി വളരെ കുറഞ്ഞതായിട്ട് കണ്ടിരുന്നു. ഇതിന് വലിയ ടെസ്റ്റുകളൊന്നും നടത്തേണ്ട കാര്യമില്ല. ലങ് കപ്പാസിറ്റി കുറഞ്ഞു എന്നറിയാൻ അവരോട് നിവർന്നിരുന്ന് ഒരു സാധാരണ ശ്വാസം എടുത്തു വിടാൻ പറഞ്ഞാൽ തന്നെ അവരത് ഒബ്സർവ് ചെയ്താൽ അവരുടെ നേരത്തെക്കാട്ടിലും എത്ര കുറഞ്ഞുവെന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ശ്വാസത്തെ ഒട്ടും ശ്രദ്ധിക്കാറില്ല. നിരന്തരമായിട്ട് നമ്മൾ എടുത്തു വിടുന്ന ഒരു സംഭവമാണെങ്കിലും ഒരു അല്പം 30 or 20% കുറഞ്ഞാൽ പോലും നമ്മളുടെ ശ്രദ്ധയിൽ അത് പെടുന്നില്ല. ഈ പോസ്റ്റ് കൊറോണ പീരീഡിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇൻഫെക്ഷൻ ബാധിച്ച പലരുടെ ലങ് കപ്പാസിറ്റി കുറഞ്ഞതാണ്. ഈ ആളുകൾ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം ഓക്സിജൻ കിട്ടാത്ത ഒരവസ്ഥയിൽ അവർക്ക് ബ്രെയിനിലേക്കുള്ള ആ ഓക്സിജൻ കുറവ് കാരണം ആയിരിക്കാം ഈ അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഒരുപാട് എക്സർട്ട് ചെയ്ത് കളിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഇതൊക്കെ അല്ലെങ്കിൽ അത് കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരിൽ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ആരോഗ്യപൂർണ്ണമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ പലരും നമ്മളുടെ ബന്ധുക്കളിലൊക്കെ നമ്മൾ കണ്ടിരിക്കാം. നമ്മളുടെ ശരീരത്തിൽ ലങ് കപ്പാസിറ്റി കുറയുമ്പോൾ, നമ്മൾ എടുക്കുന്ന വായുവിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ പ്രാണൻ്റെ ലെവലും കുറവായിരിക്കും. കാരണം ശ്വാസവും നമ്മുടെ പ്രാണശക്തിയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോ പ്രാണ ഉള്ള അവസ്ഥകളിൽ നമ്മൾ എന്തൂസിയാസം കുറവായിരിക്കും, ക്ഷീണം കൂടുതലായിരിക്കും, പിന്നെ നമുക്കൊരു മാനസിക ഉന്മേഷം നമുക്ക് കുറവായിരിക്കും. ഈവനൊരു ഡിപ്രഷനിൽ പോകാൻ വരെ ഇത് കാരണമായേക്കാം. ഇത് പലരിലും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പ്രാണൻ്റെ ലെവൽ കൂട്ടാനായിട്ട് ഏറ്റവും എളുപ്പമായൊരു മാർഗം പ്രാണായാമമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം, വായുവിൻ്റെ കുറവ് നമുക്ക് വായു കൊണ്ട് തന്നെ നികത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കുറവ് വെള്ളം കുടിച്ച് തന്നെ നമ്മൾ നികത്തണം. ആയുർവേദത്തിൽ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ബാലൻസാണ്, പഞ്ചഭൂതങ്ങളുടെ ബാലൻസാണ് നമ്മുടെ ജീവിതം. അപ്പോൾ എങ്ങനെ പ്രാണായാമം ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് നാഡിശുദ്ധി പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഇതെപ്പോൾ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ വയറ് ആഹാരപദാർത്ഥങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് കാലിയായിരിക്കുമ്പോഴാണ് പ്രാണായാമം യോഗയൊക്കെ ചെയ്യാനുള്ള ഉത്തമമായ സമയം. അത് രാവിലെ എണീറ്റ ഉടനെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സന്ധ്യാസമയങ്ങളിൽ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂറെങ്കിലും നമ്മളൊരു ഗ്യാപ്പ് ഇടണം. അതിന് ശേഷമേ നമ്മൾ പ്രാണായാമം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നാഡിശുദ്ധി പ്രാണായാമം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കൊന്നില്ലെങ്കിൽ നാസികാമുദ്ര, അല്ലെങ്കിൽ ഈ 2 വിരലുകളും നമ്മളുടെ ആജ്ഞാചക്രത്തിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നാസികാമുദ്രയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ തള്ളവിരലും മോതിരവിരലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ നോസ്ട്രൽസിൻ്റെ ഫ്ലാപ്പ് പതുക്കെ അമർത്തണം. മൂക്ക് വളയേണ്ടതൊന്നുമില്ല.
ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇടത്തെ നാസാദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും അതിലൂടെ ശ്വാസം എടുക്കുക. ഹോൾഡ് ചെയ്യുക. വലതേ നാസാദ്വാരത്തിലൂടെ പുറത്തു വിടാം. വീണ്ടും വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം എടുക്കാം. ഹോൾഡ് ചെയ്യുക. ഇടതിലൂടെ പുറത്തേക്ക് വിടാം. ഇപ്പോൾ ഒരു റൗണ്ട് പ്രാണായാമമായി. ഇതുപോലെ ഒരു 9-10 റൗണ്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ ചെയ്യാവുന്നതാണ്. അല്പ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലങ് കപ്പാസിറ്റി കൂടുന്നതായിട്ട് സ്വയം മനസ്സിലാക്കാം. ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിൽ വന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും ആരോഗ്യത്തിനും കൂടെ നമുക്ക് ഈ പ്രാണായാമം സഹായിക്കും. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം പലരിലും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ റിലേറ്റഡ് ടു ലങ്സ് കാണുന്നുണ്ട്. ഇതൊരു സിമ്പിൾ എക്സസൈസാണ്. പതിയെ പതിയെ നിങ്ങളുടെ ലങ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ വായുവിൻ്റെ ഇൻടേക്കും കൂടും. കൂടാതെ പ്രാണശക്തി കൂടും. പ്രാണശക്തി കൂടുമ്പോൾ തന്നെ അതൊരു ഹീലിംഗ് പവറും നമ്മുടെ ശരീരത്തിൽ കൂടും. ഇപ്പം എന്ത് രോഗമുണ്ടെങ്കിലും ഈ ഹൈ പ്രാണ നമ്മളെ രോഗം ശമിപ്പിക്കാനും സഹായിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.